നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇന്ന് അർജൻറ്റീന കളിക്കാനിറങ്ങിയാണ്. എതിരാളികൾ കൊളംബിയയാണ്. കൊളംബിയ ഒരു പക വീട്ടാനുള്ള ഒരുക്കത്തിലാണ്. വീട്ടിയിട്ടും തീരുന്നില്ല അവരുടെ പക എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ തങ്ങൾ പരാജയം അർഹിച്ചിരുന്നില്ല. റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളാണ് അർജൻറ്റീനയ്ക്ക് കിരീടം നേടാനുള്ള അവസരം ഉണ്ടാക്കിയത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് പലവട്ടം ഹാമേസ് റോഡ്രിഗസ് പറഞ്ഞു. മറ്റു താരങ്ങളും അത് പറയുന്നുണ്ട്, കൊളംബിയക്കാർ. പിന്നെ ആ ഒരു കോപ്പ അമേരിക്ക ഫൈനലിൽ കഴിഞ്ഞിട്ട് പിന്നെ അർജൻറ്റീനയും കൊളംബിയയും തമ്മിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റുമുട്ടിയപ്പോൾ 2-1 അർജൻറ്റീനയും പൊട്ടിച്ചതുമാണ് കൊളംബിയ. അങ്ങനെ തോൽപ്പിച്ചിട്ടും കൊളംബിയയുടെ ആ ഒരു വൈരം തീരുന്നില്ല, പക തീരുന്നില്ല. അതാണ് കഴിഞ്ഞ ദിവസം ഹാമേസ് റോഡ്രിഗസ് പറഞ്ഞ അർജൻറ്റീനയെ വേദനിപ്പിക്കാൻ നമുക്ക് പറ്റും, അതിന് തന്നെയാണ് ഇറങ്ങുന്നത് എന്ന്. ഏതായാലും നാളെ പുലർച്ചെയാണ് ആ കളി. ഇന്നാണ് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇന്നാണ് കളി. പക്ഷേ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ 5:30 ഇന്ത്യൻ സമയം പറയുമ്പോൾ അർജൻറ്റീന വേഴ്സസ് കൊളംബിയ മത്സരം. ബ്യൂണസ് അയേഴ്സിലെ എസ്റ്റാഡിയോ മോണമെൻ്റൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ഒരു തകർപ്പൻ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നു. എതിരാളികളെ ബഹുമാനിച്ചുകൊണ്ടാണ് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ലയണൽ സ്കലോനി സംസാരിച്ചത്. സ്കലോനി പറഞ്ഞത് കൊളംബിയ ഒരു മികച്ച ടീമാണ്. ലോകത്തെ ഏത് ബെസ്റ്റ് ടീമിനോടും കിടപിടിക്കുന്ന തരത്തിലുള്ള ടീമാണ് കൊളംബിയ എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ കൊളംബിയയെ റീസെൻ്റ്ലി പലതവണ നേരിട്ടിട്ടുണ്ട്. ഗ്രേറ്റ് പ്ലേയേഴ്സുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള പ്ലേയിങ് പ്ലാനുകളുള്ള ഒരു ടീമാണ് കൊളംബിയ. തീർച്ചയായിട്ടും ഒരു ഗ്രേറ്റ് മാച്ചാണ് ഞാൻ ഈ കളിയിൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവർക്കെതിരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇറങ്ങണമോ എന്നുള്ളതും ചിന്തയിലുണ്ട്. 3 സെൻറ്റർ ബാക്കുമാരെ വെച്ച് കളിക്കുക എന്നുള്ളതൊരു ഓപ്ഷനാണ്. പക്ഷെ ഞാൻ ആ സിസ്റ്റം അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യാനും, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള താരങ്ങളും നമുക്കുണ്ട് എന്നാണ് ഇപ്പോൾ കോച്ച് ലയണൽ സ്കലോനി പറയുന്നത്. എന്തായാലും അർജൻറ്റീനയും കൊളംബിയയും തമ്മിൽ ഇന്ന് ഒരു കിടിലൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.